അങ്ങനെ ഒരു വേനൽക്കാലം കൂടി കടന്നുപോയി. വീണ്ടും ഒരു മഴക്കാലം വരവായി. വേനലിനെ അതിജീവിച്ച കാടും നാടുമൊക്കെ പതിയെ പച്ചപ്പിലേക്ക് തിരിച്ചു വരികയായി. പച്ചപ്പിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായി തോന്നിയിട്ടുള്ള കാടുകളിലൊന്നാണ് കബിനി. ഇന്നത്തെ നമ്മുടെ യാത്ര കബിനിയിലെ കാഴ്ചകൾ തേടിയാണ്. വേനൽക്കാലത്തെ അപേക്ഷിച്ച് മഴക്കാലത്ത് സൈറ്റിങ്സ് കുറവാണെങ്കിലും പച്ചയാൽ വിരിപ്പിട്ട കബിനിയുടെ കാഴ്ചാ ഭംഗി വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. പ്രിയ കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി വണ്ടർല സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കബിനിയെക്കുറിച്ച് ആധികാരികമായൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാട് ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളതോ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാടാണ് കബിനി. 6 മണിക്ക് തന്നെ സഫാരി സ്റ്റാർട്ട് ചെയ്തു. 3 ഗേറ്റുകളിലായാണ് നാഗർകോളെ ടൈഗർ റിസർവിലെ സഫാരികൾ നടക്കുന്നത്. കക്കനക്കോട്ടെ, വീരണ ഹൊസകള്ളി, നാനാച്ചി. നമ്മുടെ ഇന്നത്തെ യാത്ര കക്കനക്കോട്ടെ സഫാരി സെൻറ്ററിൽ നിന്നുമാണ്. ഓൺലൈനായി ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു വരുന്നതാണ് ഉത്തമം. 50% ഓൺലൈനിലും 50% ഓഫ്ലൈനിലും ടിക്കറ്റുകൾ ലഭിക്കുന്നതാണ്. വീക്ക് ഡേയ്സിൽ 2.5 മണിക്കൂർ സഫാരിയും വീക്കെൻഡിലും മറ്റു ഹോളിഡേയ്സിലും 1.5 മണിക്കൂർ സഫാരിയുമായിരിക്കും ഇവിടെ നടത്തപ്പെടുന്നത്. ഒപ്പം തന്നെ എല്ലാ ദിവസവും 3 മണിക്കൂർ സഫാരിയുള്ള ഒരു സ്പെഷ്യൽ ബസ്സും അവൈലബിൾ ആണ്. കരടിക്കുട്ടൻ, സ്ലോത്ത് ബിയർ. കബനി യാത്രകളിൽ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറച്ച് അകലെയാണ് കേട്ടോ കാണാൻ സാധിച്ചത്. രാവിലെ തന്നെ ചിതൽപുറ്റുകളുടെ അടുത്തേക്കാണ് ആളുടെ യാത്ര. സാധാരണ മാനകളാണ് ആദ്യം മുൻപിൽ പെടുക. പക്ഷെ ഇന്നെന്തോ ഇവനാണ് കേട്ടോ ആദ്യം മുൻപിൽ വന്നത്. കാട്ടിൽ ഏറ്റവും ഭയക്കേണ്ടുന്ന മൃഗങ്ങളിലൊന്നാണ് കരടി. ഒരു കാരണവുമില്ലാതെ വന്ന് ആക്രമിച്ച് കളയും. ഇവൻ്റെ നടത്തം ശ്രദ്ധിച്ചു. വളരെ അലസമായിട്ടുള്ള നടത്തമാണ്. ഇങ്ങനെയുള്ള നടത്തത്തിനിടയിൽ ഇവൻ്റെ മുൻപിൽപ്പെട്ടാൽ ആളും പേടിക്കും, നമ്മളും പേടിക്കും. അങ്ങനെ ഇവൻ അതിക്രൂരമായിട്ട് തന്നെ നമ്മളെ ആക്രമിച്ച് കളയും കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടിയെ ക്രോസ് വെച്ച് അവൻ പതിയെ അടുത്ത കാടിനുള്ളിലേക്ക് പോവുകയാണ്. വളരെ ഷൈനിങ് ആയിട്ടുള്ള രോമം, നല്ല വൃത്തിയുള്ളൊരു കരടിക്കുട്ടൻ അല്ലേ. ഇവരെ കൂടാതെ കബനിയുടെ കഥ പൂർത്തിയാകില്ല. ഈ കാടിൻ്റെ മുക്കിലും മൂലയിലും ഇവരുണ്ടാവും, കൂട്ടമായും ഒറ്റയ്ക്കും അങ്ങനെ അങ്ങനെ. സെർപ്പൻറ്റികൾ വളരെ ശാന്തമായിട്ടിരുന്ന് കാടിൻ്റെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുകയാണ്. ചെറു പാമ്പുകളും പല്ലികളുമൊക്കെയാണ് കേട്ടോ ഇവരുടെ മെയിൻ ആഹാരം. ഹനുമാൻ ലങ്കൂറാണ്. തൊട്ടടുത്തൊരു വാട്ടർ ബോഡിയുണ്ട്, അതിനോട് ചേർന്നാണ് ആളിരിക്കുന്നത്. വെള്ളം കുടിക്കാൻ വന്നതായിരിക്കാം കേട്ടോ. ഒരുപാട് പേരുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറി അങ്ങനെ ഇരിക്കുകയാണ്. ഓഹോ, അവൻ്റെ വാലിൻ്റെ നീളം കണ്ടില്ലേ എത്രമാത്രമാണെന്നുള്ളത്. പതിയെ നമ്മുടെ റോഡ് ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നടന്ന് നേരെ നമുക്ക് പോകേണ്ട റോഡിലേക്കാണ് കേട്ടോ പോകുന്നത്.
കബനിയെ ഒട്ടുമിക്ക ആളുകളും ഇഷ്ടപ്പെടുവാനുള്ള കാരണം ഇവിടുത്തെ ആനിമൽ സൈറ്റിങ്ങിനോടൊപ്പം ഈ കാണുന്ന പച്ചപ്പും പച്ച വിരിച്ച ലാൻഡ്സ്കേപ്പുകളുമാണ്. ഒരു വ്യക്തി ആദ്യമായി കാട്ടിൽ കയറുമ്പോൾ ആ കാട് പച്ചപ്പിലാണ് കാണപ്പെടുന്നതെങ്കിൽ അവൻ ആ കാടിനോടുള്ള പ്രണയം പിന്നീട് ഒരിക്കലും തൻ്റെ ഉള്ളിൽ നിന്നും പോകില്ലെന്നുള്ളത് ഉറപ്പാണ്. ദേ ഒരു കുട്ടിക്കുറുമ്പൻ ഒറ്റയ്ക്കാണ് കേട്ടോ നടപ്പ്. അല്ല, കൂട്ടിനൊരു മൈനയുണ്ട്. ആൾ പോയി. സാധാരണ പ്രായപൂർത്തിയായ കൊമ്പന്മാരാണ് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ നടക്കുന്നത്. അവരെ ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കുന്നതാണ്. പക്ഷേ ഇവനെ കണ്ടിട്ട് അങ്ങനെ പ്രായപൂർത്തിയായതായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. ഇനി അടുത്ത് വേറെ അരക്കൂട്ടം ഉണ്ടോയെന്നും അറിയില്ല. എത്ര മനോഹരമാണല്ലേ ഈ ഒരു കാഴ്ച. കാടിൻ്റെ പച്ചപ്പും ആകാശത്തിൻ്റെ നീലിമയും വെള്ളയുമൊക്കെ ചേർന്ന് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണല്ലേ. ഇവിടെ ഒരു കടുവ കില്ല് നടത്തിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. രാവിലെ വന്ന JLRൻ്റെ ജിപ്സിക്ക് കടുവയുടെ സൈറ്റിങ്ങും ഉണ്ടായി. താഴെ കാണുന്ന വാട്ടർ ബോഡിയിൽ നിന്നും വെള്ളം കുടിച്ചിട്ട് ആൾ കയറി പോവുകയായിരുന്നു. ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രമാണ് അവർക്ക് കാണുവാൻ സാധിച്ചത്. ഞങ്ങൾ വന്നപ്പം സ്മെല്ല് മാത്രം മിച്ചം. പച്ചപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മയിലുകളെ കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഈ ഒരു സമയത്ത് മീറ്റിംഗ് സമയമായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൺമയിലുകളും പീലി വിടർത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആൺമയിലുകളെ പെൺമയിലുകളെയൊക്കെ ഈ ഒരു യാത്രയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നോക്കി, ഒരു കൂട്ടം ലങ്കൂറുകൾ പേടിച്ച് ഭയന്ന് ഓടുന്ന ഒരു കാഴ്ചയാണിത്. പെട്ടെന്ന് നമ്മുടെ രാജാവിൻ്റെ വരവൊന്ന് പ്രതീക്ഷിച്ചെങ്കിലും വന്നത് മറ്റൊരാളാണ്. മോനെ, അവൻ്റെ ആ ഒരു എൻട്രി കണ്ടു. നമ്മുടെ കേരളത്തിലെ കാട്ടാനകളെ അപേക്ഷിച്ച് കർണാടക സൈഡിലോട്ടുള്ള ആനകൾക്ക് കൊമ്പിന് നല്ല നീളമുണ്ട്. നമ്മുടെ മിസ്റ്റർ കബനിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ആസ്വദിച്ചുള്ള അവൻ്റെ ആ നടന്ന് വരവ് കണ്ടു. കൂച്ചുവിലങ്ങുകളും തോട്ടികളും ഒന്നുമില്ലാത്ത ഈ ഒരു നടത്തം കാണണമെങ്കിൽ ഇങ്ങനെ കാട്ടിൽ തന്നെ വരണം. ഒരു ദിവസം 20 കിലോമീറ്ററിലധികം നടക്കുന്ന ഇവർ 150 കിലോയോളം ഫുഡാണ് അകത്താക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആനകളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. കൂച്ചുവിലങ്ങും തോട്ടിയും അവനിഷ്ടപ്പെട്ട ഫുഡ് പോലും ഒരു പക്ഷേ കിട്ടാത്തൊരവസ്ഥ. ആനപ്രേമികൾ ശരിക്കും ഇതൊക്കെയാണ് കാണേണ്ടത്. കബനിയുടെ ബാക്ക് വാട്ടർ ഏരിയയാണ്. എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയാമോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരുപാട് ആനിമൽസിനെ നമുക്ക് ഏർലി മോർണിംഗും അതുപോലെ തന്നെ ഈവനിങ്ങും ഇവിടെ കാണുവാൻ സാധ്യതയുള്ള ഏരിയയാണ് കേട്ടോ. ദൂരെയായിട്ട് നമുക്ക് ആനക്കൂട്ടത്തെ കാണാം. അമ്മയാനയും കുട്ടിയാനയും ഒക്കെയായി 6-7 ആനകളുണ്ട്. നല്ല ദൂരത്തിലാണ്. വേനൽ മാറി മഴ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളം അധികമായിട്ടില്ല. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കുറേ ഏരികളുണ്ട്. അവിടെ ഒരുപാട് മാനുകളും മ്ലാവുകളുമൊക്കെ മേയുന്നുണ്ട്. മ്ലാവുകൾ വെള്ളത്തിലിറങ്ങി നിൽക്കുന്നത് കണ്ടോ. മഴ പെയ്തു തുടങ്ങിയെങ്കിലും ചൂടത്ര പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൂടകറ്റാനും വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇവ വെള്ളത്തിലിറങ്ങി നിൽക്കുന്നത്. നോക്കി എത്രമാത്രം ഉണ്ട് എന്ന്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനായിട്ട്.
കർണാടകയുടെ സ്റ്റേറ്റ് ബേർഡാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഇന്ത്യൻ ട്രോളർ. പെട്ടെന്ന് കണ്ടപ്പോഴത്തേനും പൊന്മാനാണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ആളതല്ല കേട്ടോ. നല്ല രസമില്ല കാണാനായിട്ട്. ഇദ്ദേഹത്തിൻ്റെ 2 ചുണ്ടുകൾക്കും എന്തോ പറ്റിയതാണ് കേട്ടോ. മേൽച്ചുണ്ട് കുറച്ചേ ഉള്ളൂ, ബാക്കി ഒടിഞ്ഞു പോയതാണ്. കീഴ്ചുണ്ടും അതുപോലെ തന്നെ ഒടിഞ്ഞു പോയതാണ് കേട്ടോ. പക്ഷേ ആൾ നല്ല ആക്റ്റീവാണ്. എനിക്ക് നല്ല രസമാണ് കാണാനായിട്ട് പുള്ളി. ഒരു ഉടുമ്പിരിക്കുന്ന കണ്ടോ, മോണിറ്റർ ലിസാർഡ്. നമ്മുടെ നാട്ടിലൊക്കെ ഇവയെ സർവ്വസാധാരണമായിട്ട് കാണാറുള്ളതാണ്. നല്ല വലിപ്പം വെക്കുന്നവരാണ് കേട്ടോ. ഇത് വളരെ ചെറിയ ഒരെണ്ണമാണ്. ഇതുണ്ടോ ഒരാൾ വെള്ളത്തിലിരുന്ന് ചില്ല് ചെയ്യുന്നു. നല്ല രസമുണ്ടല്ലേ കാണാൻ. നല്ല പച്ചപ്പിൻ്റെ നടുക്ക് ഒറ്റയൊരു മ്ലാവ്. ആളങ്ങനെ കൂളായിട്ട് വെള്ളത്തിലിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല. ഈ ഒരു സഫാരിയിൽ നമുക്ക് കടുവകളെ ഒന്നും കാണുവാൻ സാധിച്ചില്ല, എങ്കിലും കുറേയധികം കാഴ്ചകൾ കാണുവാൻ സാധിച്ചു. ഈ ഒരു സഫാരി കൊണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഇനിയും നമുക്ക് വൈകുന്നേരവും നാളെയും സഫാരികളുണ്ട്. നിങ്ങളും കബനി യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 2 സഫാരി എടുക്കുവാനായിട്ട് ശ്രമിക്കുക. രാവിലെ ഒരു സഫാരി, വൈകുന്നേരം ഒരു സഫാരി. അതുപോലെ തന്നെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. രാവിലത്തെ സഫാരിക്ക് ശേഷം നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യുവാനായിട്ടൊരു സ്പോട്ട് പറഞ്ഞു തരാം. ഈ ഒരു സഫാരിക്ക് ശേഷം നേരെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മുടെ സഫാരിയൊക്കെ കഴിഞ്ഞ് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. എന്താണേലും യാത്ര അടിപൊളിയായിരുന്നേ. ഇനി നമ്മൾ നേരെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കബനിയുടെ ബാക്ക് വാട്ടറാണ്. ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ വിളിക്കാം. നേരെ നമ്മളിതാ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മിനി സ്വിറ്റ്സർലാൻഡ്. കബനി ബാക്ക് വാട്ടറിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാകും, ചിലർക്ക് ഇതൊന്നും അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഏരിയ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നമ്മുടെ പ്രൈവറ്റ് വാഹനവുമായിട്ട് ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ്. കബനിയിലെ വൈകുന്നേരത്തെ സഫാരിക്ക് ശേഷം നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് പോവുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2 ചെക്ക് പോസ്റ്റുകളും 6 മണിയാകുമ്പോഴത്തേനും അടയ്ക്കും. നമ്മുടെ സഫാരി തീരുന്ന സമയം ഏകദേശം 6 മണിയാണ്. സോ അന്ന് വൈകിട്ട് HD കോട്ടയിൽ വല്ലതും സ്റ്റേ എടുക്കുന്നതായിരിക്കും കേട്ടോ ഉത്തമം. എന്ത് രസമല്ലേ ഈ ഒരു കാഴ്ച കാണാനായിട്ട്. മിക്കവാറും ഇവിടെ ഇതുപോലെ കന്നുകാലിക്കൂട്ടങ്ങളും കുതിരകളും ഒക്കെ കാണാറുള്ളതാണ് കേട്ടോ. ഇതിന് പുറമെ നമുക്ക് ഒരുപാട് വാട്ടർ ബേഡ്സിനെ നമുക്കിവിടെ കാണുവാനായിട്ട് പറ്റും. നോക്കിയൊരു ഗ്രേ ഹെറോൺ വെള്ളത്തിലിറങ്ങി മീൻ പിടിക്കാനായിട്ടിരിക്കുന്നതാണോ. നമ്മുടെ പാടങ്ങളിലൊക്കെ ഇവയുടെ പർപ്പിൾ ഹെറോണിനെ കാണാറുണ്ട് കേട്ടോ. നോക്കിയേ നല്ല രസമില്ല കാണാനായിട്ട്. റെഡ് ഹെഡഡ് ഐബിസ് ആണ് കേട്ടോ കാണുന്നത്. രാവിലെ തന്നെ തീറ്റ തേടി ഇറങ്ങിയതാണ് ആൾ. അവൻ്റെ തലയിലെ ആ ചുമപ്പ് നിറമാണ് കേട്ടോ പേരിന് കാരണം. ഇന്ത്യൻ സ്പോട്ട് ബിൽഡൊക്കെയാണ് കേട്ടോ ഇത്. അടുത്തെത്തിയപ്പോഴത്തേന് അവർ നേരെ വെള്ളത്തിലിറങ്ങി അക്കരയ്ക്ക് നീന്തി പോവുകയാണ്. ഭയങ്കര രസമാണ് കേട്ടോ ഇവരെ കാണാനായിട്ട്.
എന്നാണ് ഈ ഒരു യാത്രയിൽ കുറേയധികം കാഴ്ചകൾ നമുക്ക് കാണുവാൻ പറ്റി. അപ്പോൾ കബനിയുടെയും അതുപോലെ തന്നെ മിനി സ്വിറ്റ്സർലാൻഡിൻ്റെയൊക്കെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഒരു വീഡിയോ ഇവിടെ തീർന്നതല്ല കേട്ടോ, ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഉണ്ട്, അത് അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് വാണ്ടർലസ് ബീയിങ് സൈനിങ് ഓഫ്.